السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ഒന്നര പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം പുനിഷ്ടപ്പെടുന്ന സ്വാലിഹായവരായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. മുസ്ലിം സ്ത്രീകളുടെ വേഷം കേരളത്തിൽ പിന്നെയും പൊതു ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എറണാകുളം ജില്ലയിലെ ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റിന് കീഴിലുള്ള സ്കൂളിൽ 8ാം ക്ലാസ്സുകാരിയാവുന്ന ഒരു പെൺകുട്ടി തലമുറച്ച് ചെല്ലുന്നതും ആ കുട്ടിയെ സ്കൂൾ അധികൃതർ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നതുമൊക്കെയാണ്. ദീർഘമായി അതേക്കുറിച്ച് സംസാരിക്കല്ല. എന്താണ് ഇസ്ലാമിലെ വസ്ത്രധാരണം, അതിൽ മതം നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്, അത് പാലിക്കുന്നത് പൊതു ഇടങ്ങളിൽ ഇന്ന് വിശദീകരിക്കപ്പെടുന്നത് പോലെ ഭീകരമായൊരു പ്രശ്നമാണോ എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ആ സ്കൂളിൻ്റെ അധികൃതർ പത്രക്കാരോട് പറയുന്നത് മറ്റു കുട്ടികൾക്കൊക്കെ വലിയ ഭീതിയുണ്ട്. ഒരു കുട്ടി തലയിൽ ഒരു ചെറിയ കഷ്ണം മുണ്ടിട്ട് വരുമ്പോഴേക്ക് മറ്റു കുട്ടികൾക്ക് അതൊരു വലിയ ഭീതിയാകുന്നതിൻ്റെ കാരണം പൊതുസമൂഹത്തിന് എത്ര ചിന്തിച്ചാലും മനസ്സിലാകില്ല. ഇത് പത്രക്കാരോട് വിളിച്ചു പറയുന്നതോ തല മൊത്തം മൂടിക്കെട്ടിയ കന്യാസ്ത്രീയാവുന്ന ഒരു അധ്യാപിക. അതിൻ്റെ കൗതുകം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിൽ കന്യാസ്ത്രീകളിൽ പെടുന്ന ഒരു സഹോദരി പങ്കെടുക്കുകയും അവരോട് ശിരോവസ്ത്രം ഒഴിവാക്കിയ ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ, പരീക്ഷാ ഹാളിൽ കയറാൻ പാടുള്ളൂ എന്ന് ആ പരീക്ഷ നടത്തിപ്പുകാർ നിഷ്കർഷ വച്ചപ്പോൾ അത് വലിയൊരു പ്രശ്നമായി, വിവാദമായി, മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി, ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന വസ്ത്രസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി കൊട്ടിഘോഷിച്ചവരാണ് പൊതുസമൂഹവും ഇപ്പറയുന്ന എല്ലാ വിഭാഗങ്ങളും. അന്ന് തലയിൽ തട്ടമിടുന്നത് കന്യാസ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് അവർ പ്രചരിപ്പിച്ചത്. ആ സ്ത്രീയോട് അന്ന് നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ പരീക്ഷയിൽ പങ്കെടുക്കാതിരുന്നു എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ തലയിലിട്ട വസ്ത്രത്തിനൊരു വിശുദ്ധി ഉണ്ടെന്നും അത് സഭയുടെ കൽപ്പനയാണെന്നും അതിന് വിരുദ്ധമായി ജീവിക്കാൻ പാടില്ലെന്നും അതിനേക്കാൾ ഭേദം പരീക്ഷ ഉപേക്ഷിക്കുന്നതാണെന്നുമായിരുന്നു അവരുടെ വിശദീകരണം. ഇതേ കാര്യം ഒരു മുസ്ലിം പെൺകുട്ടി പറയുമ്പോഴേക്ക് അത് ഭീകരതയും വർഗീയതയും സമൂഹത്തെ ഭീതിപ്പെടുത്തുന്നതുമാകുന്നു എന്നതാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. 8ാം ക്ലാസ്സുകാരിയാവുന്ന ഒരു കുട്ടിയുടെ തലയിലെ തട്ടം അത് എങ്ങനെയാണ് മറ്റു കുട്ടികളെ ഭീതിപ്പെടുത്തുന്നത് എന്ന് വിശദീകരിക്കാൻ ഇന്ന് ഇത് സംബന്ധമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന ആർക്ക് സാധിക്കും എന്നതുകൂടെ പ്രസക്തമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു സമഗ്രമായ ജീവിത പദ്ധതിയാണ്. കേവലം ആത്മീക കാര്യങ്ങൾ മാത്രം പറയുന്നതല്ല മതത്തിൻ്റെ രീതി, മറിച്ച് ആത്മീയ കാര്യങ്ങളുടെ സുതാര്യതയും അതിൻ്റെ ഏറ്റവും സമ്പൂർണമായ രീതിയിലുള്ള വിശദീകരണവും നൽകുന്നതോടൊപ്പം പരലോകത്തെക്കുറിച്ച് നിരന്തരമായി നമ്മളെ ബോധിപ്പിക്കുന്നതോടൊപ്പം ആഖിറത്തിന് വേണ്ടി ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതിനോടൊപ്പം ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും മതത്തിന് നിയമങ്ങളുണ്ട്. മനുഷ്യൻ്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ മതത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടെ പരിശുദ്ധ ഇസ്ലാമിന് ഇതുവരെയും ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല. നവങ്ങളാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അത്യാധുനികങ്ങളാവുന്ന വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇതുവരെയും പരിശുദ്ധ ഇസ്ലാമിന് അതേക്കുറിച്ചൊരു നിയമം പറയാൻ കഴിയാതെ മാറിപ്പോകേണ്ടി വന്ന അവസ്ഥയേ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് മറ്റ് ആദർശങ്ങൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് മത നിയമങ്ങളെ കോട്ടിമാട്ടാനും സാധിക്കും. പരിശുദ്ധ ഇസ്ലാമിൽ അത് സാധ്യമല്ല. സൂറത്തു അൽ മാഇദയുടെ 3-ാമത്തെ വചനത്തിൽ
അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴി പടച്ച റബ്ബ് പ്രഖ്യാപിക്കുന്നത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന. ഈ ദിവസം പരിശുദ്ധ ഇസ്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ആദർശവും മതവും ഇസ്ലാമാണ്. എല്ലാ നബിമാരും അതിനു വേണ്ടിയാണ് കഠിനമായി അധ്വാനിച്ചത്. പക്ഷെ അവരുടെയൊക്കെ കാലത്തെ ജനങ്ങളുടെ ബുദ്ധിവികാസത്തിൻ്റെയും മറ്റും കുറവ് കാരണം സമ്പൂർണമായ മതം ആ പ്രവാചകന്മാർ സമൂഹത്തിന് പഠിപ്പിച്ചിട്ടില്ല. പലപ്പോഴും നമ്മൾ ഉദ്ധരിച്ചതാണ് യേശുക്രിസ്തുവിൻ്റെ വാക്യം, ഇനിയും പറവാനുണ്ട് നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അദ്ദേഹം നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും സമാനമായ കുറേ വാക്യങ്ങൾ കാണാം. ഇനിയും കുറേ പറയാനുണ്ട്, പഠിപ്പിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വഹിപ്പാൻ ബുദ്ധിപരമായി പുരോഗതി പ്രാപിച്ചിട്ടില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരും, അവസാനത്തെ പ്രവാചകർ, ഏറ്റവും ശ്രേഷ്ഠരാം ദൈവദൂതർ, അവിടുന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതിൻ്റെ പ്രഖ്യാപനമാണ് പരിശുദ്ധ ഖുർആൻ ഈ സൂക്തത്തിലൂടെ നടത്തുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇസ്ലാം സമ്പൂർണമായി എന്നർത്ഥം. ഇനി ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽ ഒരു ഭേദവും വരുത്താൻ സൃഷ്ടികളാകുന്ന ആർക്കുമേ യാതൊരു അവകാശമില്ല. അതുകൊണ്ട് വസ്ത്രധാരണമടക്കം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏത് നിയമമുണ്ടോ അതെല്ലാം പാലിക്കാനും അംഗീകരിക്കാനും മനസ്സ് കാണിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അതുകൊണ്ടാണ് ലോകത്ത് മഹാഭൂരിപക്ഷം വിശ്വാസികളും വിശ്വാസിനികളും വിവിധങ്ങളായ ഭൗതിക സമ്മർദ്ദങ്ങളെ അതിജയിച്ചുകൊണ്ട് ഇസ്ലാമിക വേഷവിധാനത്തിന് വേണ്ടി സമരം ചെയ്യുന്നത്. അവരതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫ്രാൻസിലൊക്കെ പലപ്പോഴും ഈ നിഖാബിന് വേണ്ടിയുള്ള സമരങ്ങളുണ്ടാകും. ആധുനിക കാലത്ത് ജീവിക്കുന്ന എല്ലാവിധത്തിലുള്ള വിദ്യാഭ്യാസമുള്ള ഫ്രാൻസിലാവട്ടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലാവട്ടെ എല്ലാവിധ ഉദ്യോഗ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന മുസ്ലിം സ്ത്രീകൾ അവരുടെ സത്വബോധം നേരാവണ്ണം ഉൾക്കൊള്ളുകയും ദീനീപരമായ ചിട്ടയോടുകൂടെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഹിജാബിന് വേണ്ടി വാദിക്കുന്നത്, അവർ തെരുവിലിറങ്ങുന്നത്. ഈ ഒരു ബോധം ഉൾക്കൊള്ളുന്ന വിശ്വാസിനിക്ക് ദീനീവിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി അത് കൽപ്പിച്ചതാണ് നമ്മളോട്. 33-ാം അധ്യായം സൂറത്തു അൽ അഹ്സാബിന്റെ 36-ാമത്തെ വാക്യം, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. മുഅ്മിനായ ആണിനും പെണ്ണിനും അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് വിരുദ്ധമായി മറ്റൊരു തീരുമാനം കൈക്കൊള്ളുക അതിനുള്ള അവകാശമേ ഇല്ല. വമൻ യഅ്സുല്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ആരെങ്കിലും ഇതിന് വിരുദ്ധമായി അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനത്തിന് വിരുദ്ധമായി ഒരു തീരുമാനം കൈക്കൊണ്ടാൽ, റസൂലിൻ്റെയും അള്ളാഹുവിൻ്റെയും തീരുമാനത്തെ തിരുത്തുന്ന ഒരു ജീവിത രീതി പദ്ധതി ആസൂത്രണം ചെയ്താൽ അവർ വ്യക്തമായ വഴികേടിലാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇത് പാലിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളും. അതുകൊണ്ടാണ് ത്യാഗങ്ങൾ പലതും സഹിച്ചും അവർ ഇസ്ലാമിക സംസ്കാരത്തെ മുറുകെ പിടിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപദ്രവമാകുന്നത് ആരൊക്കെ വലിച്ചു നീട്ടി വിശദീകരിച്ചാലും സമർത്ഥിക്കാൻ സാധ്യമല്ല. ഒരു വിശ്വാസി അവൻ്റെതായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നു, അതാരെയാണ് പ്രകോപിപ്പിക്കേണ്ടത്? പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് കൃത്യമായ വസ്ത്രധാരണ രീതിയുണ്ട്. അവൻ നിരന്തരമായി ജോലി ചെയ്യേണ്ടവനാണ്, സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടവൻ അവനാണ്, കുടുംബത്തെ സംരക്ഷിക്കേണ്ടതും മക്കളെ പോറ്റേണ്ടതും ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കേണ്ടതും അവനാണ്. അതുകൊണ്ട് നിത്യമായി ജോലിയിലും വിവിധങ്ങളായ കഠിന വൃത്തികളിലും ഏർപ്പെടുന്നത് കൊണ്ട് പുരുഷൻ്റെ നഗ്നത ഇസ്ലാം മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലാണ് നിർബന്ധമായും കൽപ്പിക്കുന്നത്. ആ ഭാഗം മറച്ചിരിക്കണം പുരുഷൻ. അത് ഏത് സന്ദർഭത്തിലും മറക്കണം, പന്ത് കളിക്കുമ്പോഴും മറക്കണം. ചില ആളുകളൊക്കെ ഉണ്ട്, അവരൊന്നിച്ച് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ചെറിയ നിക്കറിട്ട് ജീവിക്കുക. എന്നെ ശ്രവിക്കുന്ന ഏതു ചെറുപ്പക്കാരനുണ്ടെങ്കിലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തെ വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നവർ വളരെ പെട്ടെന്ന് തന്നെ ഈ സംസ്കൃതിയിൽ നിന്ന് മാറണം. ആരൊക്കെ അങ്ങനെ ജീവിക്കുന്നു എന്നതല്ല പ്രശ്നം, ഇസ്ലാം നമ്മളോട് എന്ത് കൽപ്പിച്ചു എന്നതാണ്. പന്ത് കളിക്കുന്ന സമയത്ത് അതിന് പറ്റും വിധത്തിൽ നല്ല ഫാൻസ് പോലത്തെ സാധനങ്ങൾ ധരിക്കാനുള്ള സംവിധാനമുണ്ട്. അല്ലെങ്കിൽ മുട്ടിൻ്റെ താഴേക്ക് മറക്കുന്ന വേറെയും വസ്ത്രങ്ങളുണ്ട്. ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് ഏതെങ്കിലും ചെറിയ നിക്കറിട്ട് ജീവിക്കുക എന്നത് അവൻ്റെ ഔറത്തിൻ്റെ നല്ലൊരു ഭാഗം പുറത്ത് കാണിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം.
അത് മതം അനുവദിക്കുന്നേയില്ല. അപ്പം നമ്മുടെ കൂട്ടുകാരല്ലേ, എന്നാലെല്ലാം വെളിപ്പെടുത്താം, അങ്ങനെ ഉണ്ടോ? ഇല്ല. കൂട്ടുകാർക്ക് മുമ്പിൽ എല്ലാം വെളിപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. മതം അനുവദിച്ചത് മാത്രമേ വെളിപ്പെടുത്താൻ പാടുള്ളൂ. അല്ലാത്തത് ഔറത്ത് എന്ന് പറഞ്ഞാൽ നഗ്നതയാണ്. അത് ഈ ഹോസ്റ്റലിലൊക്കെ ജീവിക്കുന്ന, ഗൾഫിലൊക്കെ വിവിധ ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഈ ബാച്ചിലേഴ്സ് റൂമിലൊക്കെ ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അവർ ഇതിൽ അത്രമേൽ ഗൗരവം കാണിക്കാറില്ല. അടുത്തു പോയാൽ, സുഹൃത്തുക്കളായാൽ, ഒന്നിച്ചൊരു റൂംമേറ്റ്സ് ആയാൽ പിന്നെ അതൊന്നും വല്ലാതെ ശ്രദ്ധിക്കേണ്ട എന്ന രീതിയിലാണ് അവരുടെയൊക്കെ വിചാരം. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടിമ സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നതിന് വലിയ പ്രസക്തിയില്ല. കാരണം അടിമ സ്ത്രീ എന്ന സംവിധാനം ഇന്ന് ഇവിടെ ഒന്നുമില്ല. അങ്ങനെ സാഹചര്യം വരുമ്പോൾ ഇസ്ലാം അതിനെക്കുറിച്ചും കൃത്യമായി നിയമം പറഞ്ഞിട്ടുണ്ട്. പുരുഷന്റെ വസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. സ്ത്രീയുടെ വസ്ത്രമോ? സ്ത്രീ മുഴുവനും ഔറത്താണ് എന്നതാണ് മതത്തിന്റെ താല്പര്യം. സ്ത്രീയെ വളരെയേറെ സുരക്ഷിതമായി മതം കണക്കാക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധിയോടുകൂടെ ആ സ്ത്രീക്ക് ജീവിക്കാൻ ആവശ്യമായ വസ്ത്രധാരണവും മതം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, പല സൊസൈറ്റിയിലുണ്ട് സ്ത്രീകൾ മുഴുവൻ മറഞ്ഞു പോകുന്നവർ. ഇപ്പോൾ ക്രൈസ്തവരുടെ കന്യാസ്ത്രീകളെ തന്നെ നമ്മൾ പരിശോധിക്കുക. അവർ മുഴുവൻ മറച്ചിട്ടാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകൾക്ക് അങ്ങനെ? അവർ വിശുദ്ധരാണെന്നാണ് വിശദീകരണം. ഓക്കെ, നമുക്ക് സമ്മതിക്കാം. ഇസ്ലാം ഏതാനും സ്ത്രീകളെ മാത്രമല്ല, മൊത്തം സ്ത്രീകളെയും വിശുദ്ധകളായി കണക്കാക്കുന്നു. അതുകൊണ്ട് അവർക്ക് വളരെ മാന്യമായ ഡ്രസ് കോഡ് ഇസ്ലാം നിശ്ചയിച്ചു കൊടുക്കുന്നു. വിശുദ്ധകളാകയാൽ കന്യാസ്ത്രീകൾക്ക് ഡ്രസ്സ് പൂർണ്ണമായും ധരിക്കേണ്ടി വരുന്നുവെങ്കിൽ ആ ഡ്രസ്സ് തലയിൽ നിന്നൊന്ന് എടുത്താൽ പരീക്ഷയ്ക്ക് പ്രവേശിക്കാം എന്ന് നിയമം വരുമ്പോൾ ആ ഡ്രസ്സ് മാറ്റൽ ഒരിക്കലും സാധ്യമല്ല. പരീക്ഷ മുടങ്ങിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ മാത്രം തീവ്രമാണ് അവരുടെ ഡ്രസ് കോഡെങ്കിൽ, എല്ലാ സ്ത്രീകളെയും വിശുദ്ധരായി കണക്കാക്കുന്ന, വിശുദ്ധകളായി കണക്കാക്കുന്ന പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ത്രീയും തലമറച്ചിരിക്കണം. പുറത്തിറങ്ങുമ്പോൾ അവൾക്ക് തലമറക്കാതിരിക്കാൻ പറ്റുന്ന, മറ്റു രീതിയിലുള്ള ഔറത്തുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന രംഗങ്ങളുണ്ട്. അതും കൃത്യമായി പരിശുദ്ധ മതം പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അന്നൂറിന്റെ 31-ാം വചനം വളരെ ദീർഘമായൊരു സൂക്താണ്. ആരുടെയൊക്കെ മുന്നിൽ ഈ പൂർണ്ണമായ ഔറത്ത് ഉപേക്ഷിക്കാമെന്ന് കൃത്യമായി ആ വാക്യത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. സമയാനുസരണം നമുക്ക് അങ്ങോട്ട് പോകണം. വിശുദ്ധകളായി പെണ്ണുങ്ങളെ മൊത്തം കാണുന്ന പരിശുദ്ധ ഇസ്ലാമിന് അവരെ മുഴുവൻ മൂടിയിട്ട് തന്നെ സംരക്ഷിക്കണം എന്ന നിയമം, അത് ഇസ്ലാം പറയുമ്പോൾ ആകെ മൊത്തം ഒരു വിവാദമാക്കിയിട്ട് മാറ്റുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും അനുവദിക്കാൻ കഴിയില്ല. ഇത് മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്, മതസ്വാതന്ത്ര്യത്തിൻ്റെ നാടാണ്. ഇന്ത്യൻ ഭരണഘടനയെ നൽകുന്ന എല്ലാ അവകാശങ്ങളും അംഗീകരിക്കണമെന്ന് നിർബന്ധമായും അവകാശം എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന നാടാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25-ഉം 26-ലൊക്കെ പറയുന്ന മതസൗഹാർദ്ദത്തിന് യൂണിഫോമോ മറ്റോ വിരുദ്ധമല്ലെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തലമറക്കുന്ന വിഷയത്തിലാണ് ഈ പുതിയ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. നമ്മൾ ഈ വിവാദം സൃഷ്ടിച്ച ആളുകളുടെ മതഗ്രന്ഥങ്ങളൊന്ന് പരിശോധിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പുതിയ നിയമം ബൈബിളിലെ 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. അതിൻ്റെ 5-6 വചനങ്ങൾ. ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തൻ്റെ ശിരസിനെ അപമാനിക്കുന്നു. അവളുടെ തല മുണ്ഡനം ചെയ്യുന്നതിന് തുല്യമാണത്. സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ. മുടി മുറിക്കുന്നതും തല ക്ഷൗരം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ. ഇതാണ് ബൈബിൾ. ഇത് ഏതെങ്കിലും കന്യാസ്ത്രീകളെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. നേരെ മറിച്ച് ഏതൊക്കെ സ്ത്രീകളുണ്ടോ അവരെല്ലാവരും പാലിക്കേണ്ടത്, അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ ഭാഗമായി അവർ പാലിക്കേണ്ടത്. തല മറക്കുന്നില്ലെങ്കിൽ തല മുണ്ഡനം ചെയ്യണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് ഈ ബൈബിൾ മാത്രമാണ്. തല മറക്കുന്നില്ലെങ്കിൽ തല മുണ്ഡനം ചെയ്യണം. ഇതിൻ്റെ തന്നെ കുറച്ച് താഴേക്ക് നമ്മളൊന്ന് പോയിട്ടുണ്ടെങ്കിൽ, പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീക്ക് വേണ്ടിയല്ല, സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷന് വേണ്ടിയാണ്.
ഇതേ അധ്യായത്തിൻ്റെ 1 കൊറിന്ത്യസിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണത്. ഇനി അതിൻ്റെ തന്നെ ഈ അധ്യായത്തിൻ്റെ തന്നെ 13-ാമത്തെ വാക്യം വായിക്കാം. സ്ത്രീ തലമറക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുവീൻ. ഇനി നമ്മുടെ പുതിയ കാലത്തുള്ള ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നീണ്ട മുടി പുരുഷൻ അപമാനമാണെന്നും ഈ വേദഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഒരു പെൺകുട്ടി തലമറച്ചു വരുന്ന സമയത്ത് ഇതാകെ ഭീകരതയാണെന്ന് അതേ തലയിൽ മറച്ചുകൊണ്ട് കുറെ ആളുകൾ പ്രഖ്യാപിക്കുന്നത്. വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ആരും അങ്ങനെ ഓടി രക്ഷപ്പെടാൻ പാടില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അഭിവാദ്യം ചെയ്യുന്നിടം മുതൽ ആരാധനകളിൽ വരെയും വേദഗ്രന്ഥത്തെ ദൂരേക്ക് നിർത്തുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റുന്നു. യേശുക്രിസ്തു തൻ്റെ അനുയായികളെ കാണുമ്പോൾ അവരോട് ആശീർവാദമായി പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്നാണ്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. അതിൻ്റെ അറബി ബൈബിളിലുള്ളത് സലാമുൻ അലൈക്കും എന്നാണ്. അസ്സലാമു അലൈക്കും എന്നാരാ അത് പറയണത്? പന്നിയെ തൊടാൻ പാടില്ലെന്നും പന്നി മാംസം തിന്നാൻ പാടില്ലെന്നും പന്നി തൊട്ടടുത്ത് തൊടാൻ പാടില്ലെന്നും 3 ഇടങ്ങളിൽ ബൈബിളിൽ കാണാം. ഇന്ന് പന്നിയുടെ മാംസവുമായി ബന്ധപ്പെട്ട് എന്താ സമീപനം? അപ്പോ മതത്തോട് താല്പര്യമുള്ള ഒരു സമൂഹം ഇവിടെ ജീവിക്കാൻ പാടില്ലെന്ന് പലരും വിചാരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ചെറിയ ചെറിയ വിവാദങ്ങൾ നിർമ്മിച്ച് അതൊരു വമ്പിച്ച പ്രശ്നമാക്കി സമൂഹത്തിനിടയിൽ വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്നു. എല്ലാവരും ഒന്നിച്ച് ആവേശം കാട്ടുകയാണ്. ഈ ഓണക്കാലത്ത് ഒരു ടീച്ചർ, അത് ഖുർആൻ പഠിപ്പിക്കുന്ന സ്കൂളാണെന്ന് ആദ്യം മനസ്സിലാക്കും. ആ പ്രീ സ്കൂൾ ഖുർആൻ മാത്രം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ്. അത് ഒരു KG തലത്തിലുള്ള കുട്ടികൾക്ക് മതം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഏകദേശം മദ്രസയ്ക്ക് തുല്യമുള്ളൊരു വിദ്യാലയമാണ്. അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടിയും മുസ്ലിമാണ്. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ടീച്ചർ പറയുന്നത്, ചെറിയ മക്കളല്ലേ ഓണാഘോഷത്തിന് വരണമെന്നില്ല എന്ന രീതിയിൽ. അവരുടെ വാക്ക് മുഴുവൻ എൻ്റെ ഓർമ്മയിലില്ല, അവരെന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്കും അറിയില്ല. അത് അതിൻ്റെതായ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാതെ എന്തൊരു വിധത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് കേരളത്തിലുണ്ടായത്. എന്തൊരു രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് കേരളത്തിലുണ്ടായത്. അവർക്കെതിരെ എന്തൊക്കെ രീതിയിലുള്ള കേസുകളാണ് വന്നത്. ഏതൊക്കെ രാഷ്ട്രീയ വിപ്ലവ പുരോഗമന ജനാധിപത്യ സംഘടനകളാണ് ആ സ്കൂൾ പൂട്ടിക്കുന്നും പറഞ്ഞിട്ട് സമരത്തിന് വന്നത്. പക്ഷെ ഇന്നലെ ആ ബഹളങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ഇതിനേക്കാൾ മാരകമായ, ഇതിനേക്കാൾ വളരെ ഗൗരവമായ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും വിരുദ്ധമായ, അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അവരുടെ പക്കൽ വലിയ വീഴ്ച വന്നു എന്ന്. അദ്ദേഹം സ്വന്തമായിട്ട് പറഞ്ഞതല്ല. എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതാണ്. ഈ പ്രശ്നത്തിൽ, ഈ തട്ടം വിവാദം പ്രശ്നത്തിൽ ആ സ്ഥാപനത്തിന് വലിയ വീഴ്ച വന്നു, മാനേജ്മെന്റിന് വലിയ തെറ്റ് സംഭവിച്ചു എന്ന്. പക്ഷെ എന്നാലും പ്രക്ഷോഭകരെ നമ്മൾ കാണുന്നില്ല. എന്നല്ല, സമവായം എന്ന പേരിൽ പ്രമുഖരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത് ആ പെൺകുട്ടിയുടെ പിതാവിനെ പ്രകോപിപ്പിച്ചോ ഇനി കുട്ടി തട്ടടാതെ പൊയ്ക്കോളാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് സമവായം. പ്രശ്നം നടക്കുന്ന 2 പേരുടെ ഇടയിൽ സമവായം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ചുരുങ്ങിയത് മധ്യത്തിൽ പിടിക്കണം. ഇത് ഒരു ടീമിന്റെ വാദം ഒന്നിച്ച് അംഗീകരിപ്പിച്ച് ഇനി ഈ വിവാദത്തിനൊന്നുമില്ല, എൻ്റെ കുട്ടി ഇനി ഡ്രസ്സ് ധരിക്കാതെ പൊയ്ക്കോളാം എന്നൊരാളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതിൻ്റെ പേരാണ് സമവായം. വിവാദങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ നിർദോഷകരമായൊരു തീരുമാനം പറഞ്ഞാൽ പോലും അത് കത്തിക്കാനും വലിയ പ്രക്ഷോഭം നടത്താനും സ്ഥാപനം പൂട്ടിപ്പിക്കാനും എല്ലാ ജനാധിപത്യ പുരോഗമനവാദികളുണ്ട്. ഇത് സമൂഹത്തിൽ വൈരുദ്ധ്യം സൃഷ്ടിച്ച്, വിഭാഗീയത സൃഷ്ടിച്ച്, മതപരമായ ഭിന്നതകൾ സൃഷ്ടിച്ച്, തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് വൃത്തികെട്ട രീതിയിൽ ഫലം കൊഴിയാനുള്ള പലരുടെയും ശ്രമമാണെന്ന് ഉന്നതന്മാരാകുന്ന ആളുകളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ഇസ്ലാമിൻ്റെ വസ്ത്രസംബന്ധമായ തീരുമാനങ്ങൾ? ആണിനാവട്ടെ പെണ്ണിനാവട്ടെ
പറയപ്പെട്ട ഔറത്ത് മുഴുവൻ, നഗ്നത മുഴുവൻ മറയും വിധത്തിലാവണം അവന്റെ വസ്ത്രം. അത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ, തിരു ഹദീസുകളിലുള്ളതുപോലെ അവരുടെ ശരീരത്തിന്റെ ഉൾഭാഗങ്ങളെ പ്രകടിപ്പിക്കും വിധത്തിലാകരുത്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നെറ്റ് പോലെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ചില കുട്ടികൾ നടക്കുന്നത്. ധരിച്ചു എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ, അവരുടെ അകം മുഴുവൻ കണ്ടുകൊണ്ടേയിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഇത്തരം വസ്ത്രധാരണക്കാർക്കുള്ള പരലോക ശിക്ഷയെക്കുറിച്ച് ഗംഭീരമായി വിശദീകരിക്കുന്ന ഇമാം മുസ്ലിം നിവേദനം ചെയ്തൊരു ഹദീസ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. സിൻഫാനി മിൻ ഉമ്മത്തി സിൻഫാനി മിൻ അഹ്ലിൻ നാരി ലം അറഹുമാ. നരകത്തിന്റെ അവകാശികളാകുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട്, അവരെ ഞാൻ കാണാതിരിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണോന്നുകിൽ അത്രയ്ക്ക് മോശം ടീമാണ് അവർന്ന്. അല്ലെങ്കിൽ ഞാൻ അവരെ കണ്ടിട്ടില്ല, എൻ്റെ കാലത്തൊന്നും അവരില്ല, പിന്നീട് വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. ആ രണ്ട് വിഭാഗന്മാരാണ് ഖൗമും മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖരി യദ്രിബൂന ബിഹന്നാസ്. പശുക്കളുടെ വാല് പോലെയുള്ള പ്രത്യേകം ചാട്ടവാറുകൾ കൊണ്ട് ആളുകളെ തല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. എൻ്റെ മുമ്പിൽ സഹീഹ് മുസ്ലിമുണ്ട് മാനവി തങ്ങളുടെ. ഈ പറഞ്ഞതിൻ്റെ വിശദീകരണം വിഷയവുമായി വലിയ ബന്ധമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നടത്തുന്നില്ല. അടുത്തത് വനിസാഉൻ, ഒരു വിഭാഗം സ്ത്രീകൾ, കാസിയാത്തുൻ ആരിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നകളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നകളാണ്. ഇതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് 2-3 വിധത്തിലാണ്. ഒന്നുകിൽ അവർ ഇടക്കിടക്കൊക്കെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ പൂർണ്ണമായ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ധരിച്ചിട്ടുണ്ട്, കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ വല പോലെയുള്ള നെറ്റ് പോലെയുള്ള വസ്ത്രങ്ങളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. വേറെയും കുറേ വിശദീകരണങ്ങളുണ്ട്. ഈ ടീം നരകത്തിന്റെ അവകാശികളാണെന്നും അവരെ ഞാൻ കാണാതിരിക്കട്ടെ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പിന്നെ അവരുടെ സ്വഭാവം പറയുന്നുണ്ട്, മുമീലാത്തും മായിലാത്തുൻ, അവർ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു, അവർ പലരെയും തങ്ങളിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവർ ആടിക്കുഴഞ്ഞ് കൊഞ്ചി ആടി നടന്നുകൊണ്ടിരിക്കുന്നു, അവരുടെ നടത്തം പോലും മറ്റുള്ളവരെ ആകർഷിച്ചുകൊണ്ടുള്ള കലാത്മകവും താളാത്മകവുമാകുന്നു. റഊസുഹിന്ന കഅസ്നിമത്തിൽ ബുഹ്സിൽ മാഇല, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കുഴഞ്ഞുകൊണ്ടിരിക്കും. ഇത്തരം വിശേഷണങ്ങളെല്ലാം പറഞ്ഞിട്ട് വസ്ത്രം ധരിച്ചു പക്ഷേ നഗ്നത കാണിക്കും. അല്പവസ്ത്രധാരികളാണവർ. അവർ ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടാണ് കൊഞ്ചിക്കുഴഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. മനുഷ്യനൊരു പക്വതുണ്ട്. സ്ത്രീകളുടെ ജന്മം പുരുഷന് വേണ്ടിയാണെന്ന് നേരത്തെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ വായിച്ചു. അതല്ല പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. എല്ലാ ജനങ്ങൾക്കും ആസ്വദിക്കാനും സന്തോഷിക്കാനും ആടിക്കുഴഞ്ഞ് അവരുടെ മുന്നിൽ ഡിസ്പ്ലേക്ക് വെക്കാനും അല്ല ഈ സ്ത്രീ ജന്മം. അതിന് വിശുദ്ധിയുണ്ട്, അതിന് വലിയ മഹത്വമുണ്ട്. ഇന്ന് പക്ഷേ പുരോഗമനത്തിൻ്റെ പേരിൽ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ച് അവരെ പ്രലോഭിപ്പിച്ച് പുറത്തിറക്കിയിട്ട് മൊത്തം ഒരു പ്രദർശന വസ്തുവാക്കി ആ സ്ത്രീകളെ മാറ്റുന്നു. അതുകൊണ്ടാണ് പുരുഷൻ്റെ എക്സിക്യൂട്ടീവ് നല്ല ലുക്ക്, നല്ല വസ്ത്രമായിട്ട് ഫുൾ അവൻ്റെ ബോഡി മറക്കുന്ന വസ്ത്രം ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നത്. ഒരു പുരുഷൻ എക്സിക്യൂട്ടീവ് ആകുമ്പോഴേക്ക്, മാന്യനും പക്വമതിയുമാകുമ്പോഴേക്ക് അവൻ്റെ ഷർട്ടിന് ഫുൾ സ്ലീവ് വരും, അവൻ ഇൻസൈഡ് ചെയ്യും, അവൻ്റെ കാലിൻ്റെ അടിവരെയും അവൻ്റെ ഫാൻസ് നീളും, എന്നിട്ട് സോക്സ് ധരിക്കും, ഷൂടും, ഇവിടെ പോലും കാണാതിരിക്കാൻ വേണ്ടി കണ്ട കൗപീന്യം കെട്ടും. പറ്റുമെങ്കിൽ ഈ അവാർഡ് ദാന ചടങ്ങിലൊക്കെ ആണെങ്കിൽ വമ്പിച്ചൊരു തൊപ്പിയിട്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ പുരുഷൻ പക്വമതിയാകും. സ്ത്രീ ആണെങ്കിലോ പരമാവധി വെളിപ്പെടുത്തിയാൽ പെണ്ണ് ഉന്നതയാകുമെന്ന് ആരൊക്കെയോ ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു, ധരിപ്പിച്ചു വെച്ചു. അതുകൊണ്ട് പരമാവധി നഗ്നത പ്രകടിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടേയിരിക്കും. അതിന് സൊസൈറ്റി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന് ചലച്ചിത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും അവരെ നിർബന്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും. ചുരിദാർ പോലെയുള്ള അത്യാവശ്യം മാന്യമായ ഡ്രസ്സ് പോലും നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഇപ്പം അത്ര പഥ്യമല്ല എന്നുള്ളതാണ്. പിന്നെയോ ചെറിയ ടീഷർട്ട് ധരിക്കണം, അവിടെ കയ്യിനകവും പുറത്തും ഒക്കെ കാണണം, എന്നിട്ട് കഷ്ടിച്ചൊരു കുഞ്ഞു പാൻസ് പോലത്തെ സാധനം ഇടണം, അവിടെ വയറിൻ്റെ അടിഭാഗങ്ങളൊക്കെ പുറത്തു വരണം.
തലയിൽ ചെറിയ തട്ടം പോലും ധരിക്കരുത്. ഇതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് ആരൊക്കെയോ പറ്റിച്ചിരിക്കുന്നു. നമ്മളതിൻ്റെ ആരോഗ്യവശങ്ങൾ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. അൾട്രാ വയലറ്റ് രശ്മി നേരിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓസോൺ പാളിക്ക് വലിയ ദ്വാരം വന്ന കാരണത്താൽ മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് ഭൂലോകത്ത് കരയിലും കടലിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ വലുപ്പമുള്ള വലിയ പാളിയുണ്ട്, വലിയ ദ്വാരമുണ്ട് എന്നാണ് ഓസോൺ പാളിക്ക്. അത് കാരണം സൂര്യനിൽ നിന്ന് അൾട്രാ വയലറ്റ് രശ്മി നേരിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. തൊലിപ്പുറത്തുള്ള പലവിധ രോഗങ്ങളും വരുന്നു, തൊലിയിലുള്ള ക്യാൻസർ വരെയും. ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം വെളിപ്പെടുത്തി നടക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അൾട്രാ വയലറ്റ് രശ്മി നേരിട്ട് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു, കഠിനാധ്വാനം ചെയ്യേണ്ടവന് ഡ്രസ്സ് അതിന് പറ്റും വിധത്തിലേക്ക് മാറ്റേണ്ടി വരും. എന്ന് വെച്ചൊരു പുരുഷൻ പൂർണ്ണമായിട്ട് മറക്കുന്നത് മതത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നെ തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഒരു മുണ്ട് ധരിച്ചാൽ മാത്രം മതി. പക്ഷേ ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് ഏകദേശം ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും മറച്ചുകൊണ്ടാണ്. ഇതെനിക്കൊരു പ്രയാസമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പട്ടാളക്കാർക്ക് അവരുടെ യൂണിഫോം പ്രയാസമാകുന്നുണ്ടോ? പോലീസുകാർക്ക് അവരുടെ യൂണിഫോം പ്രയാസമാകുന്നുണ്ടോ? ആർക്കും ഇതൊന്നും ഒരു പ്രയാസമല്ല. നിർബന്ധമായി മറക്കേണ്ടത് ഇത്രയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം മറച്ചുകൂടാ എന്നല്ല. ഫാൻസിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തെ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷിക്കുന്നതാണ്. സൂറത്തു അന്നഹലിന്റെ 81-ാമത്തെ വാക്യം, വജഅല ലക്കും സറാബീല തഖീകുമുൽ ഹർ വസറാബീല തഖീകും ബഅസക്കും. അല്ലാഹു നിങ്ങൾക്ക് ഈ പൊക്കിളിൻ്റെ മുകളിൽ മുതൽ ഈ ഞെരിയാണി വരെയുള്ള ഡ്രസ്സ് സറാബിയിൽ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. എന്താ അതിൻ്റെ ഗുണം? അത് നേരിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മിയെ തടയും. അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് പൊടിയാവുന്നത് തടയും. അത് സൂര്യതാപമേറ്റിട്ടുള്ള ചൂടിനെ തടയും. അതോടൊപ്പം തണുപ്പ് കാലത്ത് അത് തണുപ്പിനെയും പ്രതിരോധിക്കും. അപ്പം മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഡ്രസ്സ് നിർബന്ധം, അപ്പുറത്തുള്ളത് ഐച്ഛികം. അതന്നെ പലപ്പോഴും സുന്നത്ത്. നീളം കുപ്പായം സുന്നത്താക്കുന്ന ഘട്ടം. തലമറക്കൽ ആരാധനകളിൽ സുന്നത്താണെന്ന് ഇതിൻ്റെ മതത്തിൻ്റെ തീരുമാനമാണ്. അപ്പം ഇത്രേ പാടുള്ളൂ എന്നല്ല പറയണത്, ഇത്ര നിർബന്ധമായി മറച്ചിരിക്കണം എന്നാണ്. അപ്പം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായി ചിന്തിച്ചാലും മതപരമായി ചിന്തിച്ചാലും ധാർമ്മികമായി ചിന്തിച്ചാലും അവളുടെ സുരക്ഷ എന്ന രീതിയിൽ ആലോചിച്ചാലും അവൾ മറയുന്നതാണ് ഏറ്റവും സംഗതം. അതുകൊണ്ടാണല്ലോ ഈയിടെ സാന്ദ്ര എന്ന് പറയുന്ന ഒരു സിനിമാ നടി ഒരു പ്രത്യേകമായ അവസ്ഥയിൽ ഒരു അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ അല്ലേ, അവരൊരു സംഘടനയുടെ, അവരുടെ സിനിമാ സംഘടനയുടെ പ്രസിഡന്റ് ആവാനുള്ള നാമനിർദ്ദേശം സമർപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ മൊത്തം പർദ്ദയിട്ട് ഹിജാബിൽ വന്നത്. അവർ പറയുന്നുണ്ട് അതേക്കുറിച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതം ഈ ഡ്രസ്സാണെന്ന്. ഇത് വെളിപ്പെടുത്തിയ ഒന്നിലധികം സിനിമാ താരങ്ങളുണ്ട്. എൻ്റെ ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പർദ്ദയാണെന്ന് പറഞ്ഞവരുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ ആളുകളല്ല, ഇസ്ലാമിനെ മതമായി ആദർശമായി അംഗീകരിച്ചവരല്ല. നേരെ മറിച്ച് പർദ്ദയെ സുരക്ഷയായിട്ട് അവർ അംഗീകരിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുന്നേ, വളരെ മുന്നേ, മനോരമ ആഴ്ച പതിപ്പിൽ അന്ന് കമലാ സുറയ്യ എന്ന പേരിലല്ല അറിയപ്പെടുന്നത്, മാധവിക്കുട്ടി എന്ന പേരിലായിരുന്നു അവരറിയപ്പെട്ടത്. ലോകം അറിയുന്ന കേരളത്തിലെ പ്രസിദ്ധയായ കവയത്രി, സാഹിത്യകാരി. അവര് പർദ്ദ എൻ്റെ കയ്യിലുണ്ടെന്നും ഞാൻ അത് ധരിച്ചാണ് ഷോപ്പിങ്ങിന് പോകലെന്നും, പർദ്ദ ധരിച്ച് ഷോപ്പിങ്ങിന് പോകുമ്പോൾ എനിക്ക് ഒരു അതിക്രമവും നേരിടേണ്ടി വരാറില്ലെന്നും മലയാള മനോരമയുടെ വീക്കിലിയിൽ എഴുതിയത് ഞാൻ ഓർക്കുകയാണ്. അന്നവർ ഇസ്ലാമല്ല. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവർ പർദ്ദയിലായിരുന്നു. യാ ഇലാഹി എന്ന് പറഞ്ഞ് പുസ്തകം രചിച്ചിട്ടുണ്ട്. അവസാനം വരെ ദീനിൻ്റെ അള്ളാഹുവിനെയും പ്രണയിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നുണ്ട്. ഏകദേശം അവസാന ഘട്ടത്തിൽ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ പോലും എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടെത്തി, അവൻ എന്നെ സംരക്ഷിക്കുമെന്ന ബോധം എനിക്കുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എന്തിനാണ് ഞാനതൊക്കെ പറയണത്? വയസ്സാം കാലത്ത് ആരോടോ പ്രണയിച്ച് ആരോ ലവ് ജിഹാദ് പെടുത്തിയിട്ടാണ് അവരെ മതം മാറ്റിയത് എന്നൊക്കെയുള്ള പ്രചാരണം പിന്നീടുണ്ടായി. നോക്കുങ്ങൾ, അവരത്ര പൊട്ടത്തിയാണോ? അല്ല. സ്കൂളിൽ പോകാതെ ഇംഗ്ലീഷ് പഠിച്ചു, അന്തർജനായിരുന്നു. നമുക്കറിയാലോ, അന്തർജനാണ്, സ്കൂളിൽ പോകാറില്ല.
പക്ഷെ ഇംഗ്ലീഷ് പഠിച്ച് ഓക്സ്ഫോർഡ് പോയിട്ട് ഇംഗ്ലീഷിൽ ജനിച്ച് ഇംഗ്ലീഷിൽ വളർന്ന് ഇംഗ്ലീഷിൽ ഡിഗ്രി കഴിഞ്ഞ ഇംഗ്ലീഷ് കുട്ടികൾക്ക് PG പഠിപ്പിക്കാനും സാഹിത്യം പഠിപ്പിക്കാനും അവരിടക്കിടക്ക് പോയി. അപ്പോൾ ലോകം മനസ്സിലാക്കിയ വിദ്യാഭ്യാസപരമായി വളരെ ഉന്നതിയിലുള്ള അവരെ വയസ്സാം കാലത്ത് ആരോ ഒരാൾ പ്രണയിച്ചു എന്നും ആ പ്രണയം പൂത്തുലഞ്ഞിട്ട് മതം മാറണമെന്നും പറഞ്ഞ് അവരെ നിർബന്ധിച്ചു എന്നും അത് ലവ് ജിഹാദായിരുന്നു എന്നും പിന്നീട് പ്രചാരണം വരുന്നുണ്ട്. പക്വമതികളായ മക്കളുണ്ട് അവർക്ക്. ആ മകൻ കമലാ സുറയ്യ മരണപ്പെട്ട സന്ദർഭത്തിൽ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ തൊട്ട് ബാക്കിൽ, ഇമാമിൻ്റെ തൊട്ട് ബാക്കിൽ ആ മകനുണ്ടായിരുന്നു നിസ്കരിക്കാൻ. അദ്ദേഹത്തിന് അതിൻ്റെ മസലകളും അതിൻ്റെ താളവും ക്രമമൊന്നും അറിയില്ലെങ്കിലും എല്ലാവരും ചെയ്യും പോലെ അദ്ദേഹം നിസ്കരിക്കാനുണ്ടായിരുന്നു. ബന്ധുക്കളുണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് ആർക്കും ബോധ്യപ്പെട്ടില്ല പ്രണയിച്ച് കുരുക്കിയതാണ് അവരെ എന്നുള്ളത്. നേരെ വെച്ച് പിന്നീട് ആർക്കോ ബോധ്യപ്പെടുകയാണ് അവരെ പ്രണയിച്ച് തോൽപ്പിച്ചു എന്ന്. അവസാനം വരെ അവർ അള്ളാഹുവിനെ പ്രണയിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു അവർക്ക്. അള്ളാഹുവിനെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ കാര്യം ഒക്കെയാണെന്ന് അവർ പുനത്തുൽ കുഞ്ഞബ്ദുള്ളയോട് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറയണത്. നിങ്ങൾ പൂർണ്ണമായിട്ട് മുസ്ലിമാണോ? എൻ്റെ കാര്യം ഒക്കെയാണെന്നാണ് പറഞ്ഞത്. കാരണം എന്നെ അള്ളാഹു ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതെന്തിനാ ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നത്? കമലാ സുറയ്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുന്നേ തന്നെയും അവർ പർദ്ദ ഉപയോഗിച്ചിരുന്നു. എന്തിന്? സുരക്ഷയ്ക്ക് വേണ്ടി. പർദ്ദ എന്നൊക്കെ പറയുമ്പോഴേക്ക് അങ്ങനെ ഇന്ന് കാണുന്ന ഏതോ ഒരു മൂടുവസ്ത്രം തന്നെ ആവണം എന്നൊന്നും ആരും മനസ്സിലാക്കരുത്. പർദ്ദ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ പൂർണ്ണമായി മൂടുന്ന വസ്ത്രം, അതാണ് പർദ്ദ. ഈ പർദ്ദയൊക്കെ വ്യാപകമായി വരുന്നതിൻ്റെ മുന്നേ കേരളത്തിലെ എല്ലാ സ്ത്രീകളും മുഴുവനായി വസ്ത്രം ധരിച്ചിരുന്നു. പക്ഷെ പർദ്ദ ഈ സയ്യിദുമാരുടെ ബീവിമാർക്ക് മാത്രമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഹജ്ജിന് പോയി വരുമ്പോൾ കൊണ്ടുവരൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ നന്നായിട്ട് വസ്ത്രം ധരിച്ചു, നന്നായിട്ട് ഫുള്ളും കൈയുള്ള ഡ്രസ്സ് ധരിച്ചു. അവർ മുണ്ടെടുത്തു പോലും അവർ മുഴുവൻ അവറത്ത് സംരക്ഷിച്ചു. തലയിലൂടെ തട്ടിട്ട് അവർ മൂടി വെച്ചു. ഈ മുഖത്ത് തൂക്കുന്ന നിക്കാബൊന്നും വ്യാപകമല്ലാത്ത കാലത്ത് അവർ ഈ തട്ടം കൊണ്ട് തന്നെ അതൊക്കെ അവർ ഓവർകം ചെയ്തു. അതിൻ്റെയൊക്കെ പുറമെ കൊടയും ചൂടിയിട്ട് ആളുകളുള്ളിടത്ത്, അന്യപുരുഷരുള്ളിടത്ത് ഒരു ശഖരം പോലും പുറത്ത് കാണിക്കാതെ അവർ ജീവിച്ചു. ഇതിൻ്റെ പേരും പർദ്ദ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ പല ആളുകൾക്കും അതൊരു വലിയ പ്രശ്നമാണ്. ഈയിടെ ഒരു ക്രൈസ്തവ ലെവലിലുള്ള ഒരു ബ്ലോഗറിൽ നിന്ന് അയാൾ എഴുതിയൊരു കുറിപ്പ് വായിച്ചു. മലബാറിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ വെള്ള മാക്സിക്കാർ കൂടിയിരിക്കുകയാണ്. ഇത് വല്ലാത്തൊരു ദുരന്തത്തിൻ്റെ സൂചനയാണ്. എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇപ്പം സംവിധാനങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളും മതവിദ്യാർത്ഥികളും പണ്ഡിതന്മാരും ഒക്കെ ഈ നീളത്തിലുള്ള കന്തൂറ ധരിക്കാറുണ്ട്. അതവരുടെ ഒരു വസ്ത്രധാരണത്തിൻ്റെ രീതിയാണ്. പൊതുവെ അറബ് നാടുകളിലുള്ള മുസ്ലിങ്ങളൊക്കെ അത് ധരിക്കാറുണ്ട്. അപ്പോഴേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വർഗീയത കടത്തിക്കൂട്ടുക. ഈ വെള്ളനേറ്റിക്കാർ വർദ്ധിച്ചിരിക്കുന്ന മലബാറിൽ അതൊരു ദുരന്തത്തിൻ്റെ മുന്നോടിയാണെന്ന് പറയാം. ഇയാൾ തെക്ക് ഭാഗത്തുനിന്ന് വന്നതാണ്. അവിടെ തലങ്ങും വിലങ്ങും വെള്ളനേറ്റിക്കാരാണ്. പക്ഷേ അവരുടെ പുറത്തൊരു ബെൽറ്റ് കെട്ടിയിട്ടുണ്ടാവുമെന്ന് മാത്രം. ഇയാൾ തെക്ക് ഭാഗത്തുനിന്ന് വന്ന ഒരാൾ മലബാറിലെത്തി വെള്ളനേറ്റിക്കാരെ കണ്ടപ്പത്തിന് ദുരന്തത്തിൻ്റെ സൂചനയായിട്ട് മനസ്സിലാക്കുക. അയാൾ വരുന്ന തിരുവിതാംകൂർ ഭാഗമോ വെള്ളനേറ്റിക്കാർ മാത്രം സമരം ചെയ്യാൻ വരെ വെള്ളനേറ്റിക്കാർ. ഈ വെള്ളനേറ്റിക്കാർ മൊത്തം ഇറങ്ങിയിട്ട് ഒരാവശ്യമില്ലാത്ത കാര്യത്തിൽ ബഹളം വെക്കുന്നത് വരെ നമ്മൾ കാണുന്നുണ്ട്. ഒരു വ്യത്യാസം മാത്രം, അവിടുത്തെ വെള്ളനേറ്റിക്കാരുടെ ബെൽറ്റ് പുറത്തായിരിക്കും, ഇവിടുത്തെ വെള്ളനേറ്റിക്കാരുടേത് ബെൽറ്റ് ഉള്ളിലായിരിക്കും. പക്ഷെ ബെൽറ്റ് ഉള്ളിലാകുമ്പോഴേക്ക് അത് വർഗീയതയും ഭീകരതയും ആകും. ഈ രീതിയിലേക്ക് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് വിനയത്തോടുകൂടെ ഈ നാടിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പറയേണ്ടതുണ്ട്, ഉറക്കെ പറയേണ്ടതുണ്ട്. അപ്പോൾ ഉള്ളിൻ്റെ ഭാഗം കാണാൻ പാടില്ല. വസ്ത്രം ധരിച്ചു പക്ഷേ ഉള്ളു കാണുന്നു, ആ രീതിയിലാവാൻ പാടില്ല. അത് പുരുഷനും പാടില്ല, സ്ത്രീക്കും പാടില്ല. സ്ത്രീകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ചത്. പുരുഷനും അത് പാടില്ല. അവരത്ത് മറച്ചുകൊണ്ടായിരിക്കണം അവൻ്റെ ജീവിതം എപ്പോഴും. പിന്നെ ആകാര വളവുകളൊന്നും കാണാൻ പാടില്ല. നിമ്നോന്നതികൾ കാണും വിധത്തിൽ ഇറങ്ങിയ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല. പുരുഷനും സ്ത്രീയും. അപ്പോൾ ഈ ഡ്രസ്സെല്ലാം കൂടെ അരച്ചിട്ട് നല്ലൊരു മിക്സിയിലിട്ടിട്ട് അരച്ച് അതിങ്ങനെ ബ്രഷ് കൊണ്ട് തേച്ച് വെച്ച പോലെ ചില ഡ്രസ്സുകൾ ഉണ്ടാകും. സ്ത്രീയെ സംബന്ധിച്ച് അത് പാടില്ല, പുരുഷനെ സംബന്ധിച്ചും അത് പാടില്ല. വീതിയുള്ളതാവണം നമ്മുടെ ഡ്രസ്സുകൾ. എന്തുകൊണ്ട്?
അത് മാന്യതക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അത് ലൈംഗിക ആകർഷണപരമാണ് എന്നതാണ്. ഡ്രസ് കോഡ് കൊണ്ടാണ് പലപ്പോഴും പീഡനം നടക്കുന്നത് എന്ന് ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യല്ലേ. പെണ്ണ് പുറത്തിറങ്ങുന്നിടത്ത് പീഡനം ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഏതെങ്കിലും മതപണ്ഡിതനല്ലല്ലോ, പണ്ടത്തെ നമ്മുടെ മുഖ്യമന്ത്രി എ കെ നായനാരല്ലേ. പെണ്ണ് പുറത്തിറങ്ങുന്നിടത്ത് പീഡനം ഉണ്ടാവുമെന്നാണ് അന്നൊരു കൂട്ടബലാത്സംഗത്തിൻ്റെ പ്രശ്നം നടക്കുമ്പോൾ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത്. അപ്പോൾ പെണ്ണെന്താവണം? അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ പുറത്തിറങ്ങരുത്. അതാണ് മതം പറയുന്നത്. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ വാക്യം, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. പണ്ട് ജാഹിലിയ കാലത്ത് പെണ്ണുങ്ങൾ താന്തോന്നികളായിരുന്നു. അവരുടെ ലൈംഗിക ഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ നടക്കുമായിരുന്നു. ഇന്നും പലയിടങ്ങളിലുണ്ട്, വേശ്യ തെരുവുകളിലുണ്ട്. അർദ്ധനഗ്നകളായി നിന്നിട്ട് പുരുഷന്മാരെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ആ പരിസരത്തൊക്കെ അവർ കാർഡ് വിതരും. അവരുടെ നഗ്ന ഫോട്ടോ വെച്ചിട്ടുള്ള കാർഡുകൾ നമ്പറും വെച്ചിട്ട് വിതറിക്കൊണ്ടിരിക്കും. ഇജാതി തോന്നിവാസങ്ങൾ വ്യാപകമായി നടക്കുന്ന കാലത്ത് ഖുർആൻ അവതരിക്കുന്നു, ഇത് പാടില്ലെന്ന്. അത്യാവശ്യത്തിന് പുറത്തു പോകാം, നിർബന്ധമായി പഠിക്കേണ്ട വിദ്യാഭ്യാസത്തിന് പുറത്തു പോകാം, ജോലി ചെയ്തേ പറ്റൂ എങ്കിൽ ജോലിക്ക് പുറത്തു പോവാം, അവരുടെ ജോലി സമൂഹത്തിന് ആവശ്യമാണെങ്കിൽ പുറത്തു പോവാം. ഇതൊന്നും തകരാറില്ല. പക്ഷേ ആഘോഷിക്കാനും ബഹളം വെക്കാനും നഗ്നത പ്രദർശിപ്പിക്കാനും ആർഭാടത്തിനും വേണ്ടി പുറത്തിറങ്ങരുത് എന്നത് തന്നെയാണ് മതത്തിന്റെ തീരുമാനം. അത്തരം ഘട്ടങ്ങളിൽ മതം സ്ത്രീയെ അത് പാടില്ലെന്ന് പറയും. മതത്തെ അംഗീകരിക്കുന്ന സ്ത്രീകൾ അത് പാലിക്കുകയും ചെയ്യും. മുസ്ലിം സൊസൈറ്റിയിൽ മഹാഭൂരിപക്ഷം, ഇവിടെ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും അത് പാലിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മതത്തോട് അത്രമേൽ താല്പര്യമില്ലാത്ത ചില സമൂഹങ്ങളുണ്ടാകും, ചില ആളുകളുണ്ടാകും. അവരവരുടെ ഇഷ്ടത്തിന് നടക്കുകയും ചെയ്യും. അവരെ പിടിച്ചിട്ടൊന്നും ചെയ്യാൻ വിശ്വാസികളോ വിശ്വാസി സംഘടനകളോ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അത് അവരുടെ അധികാരത്തിൽപ്പെട്ടതുമല്ല. അപ്പോൾ വസ്ത്രം പുറത്ത് കാണുന്ന രീതിയിൽ, വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ പുറത്ത് കാണുന്ന ചില സൗന്ദര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഇല്ലാമാ ലഹർ, അല്ലേ? വസ്ത്രം ധരിച്ചിട്ടും വെളിവാകുന്ന ചില സൗന്ദര്യ ഭാഗങ്ങളുണ്ട്. അത് പ്രദർശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അത് പുറത്ത് കാണുന്നതിന്, കണ്ടുപോകുന്നതിന് പ്രശ്നമില്ലെന്ന് ഖുർആൻ പറയുന്നു. അതായത് വസ്ത്രം ധരിച്ചാലും ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിച്ചു വസ്ത്രം ധരിച്ചു. അതായത് ആകാര സൗഷ്ഠവങ്ങളും കാണുന്നില്ല, നിമ്നോന്നതികൾ പുറത്ത് കാണുന്നില്ല, ലൂസായ ടൈപ്പിൽ ഉള്ളു കാണാത്ത വിധം വസ്ത്രം ധരിച്ചു. ആ വസ്ത്രം ധരിച്ചാലും ഒരു സൗന്ദര്യം ചിലപ്പോൾ തോന്നിയേക്കും. അത് മനുഷ്യന് ഒഴിവാക്കാൻ പറ്റാത്തതാണ്, അത് പ്രശ്നമല്ല എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നു. ഈ സൂക്തം വ്യാഖ്യാനിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ കൈയും മുഖവും, കാലല്ല കൈയും മുഖവും വെളിപ്പെടുത്തുന്നതും പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട്. കൈയും മുഖവും വെളിപ്പെടുത്തുന്നതും പ്രശ്നമില്ല എന്ന് പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട്. പക്ഷെ മതത്തിൻ്റെ ഏറ്റവും പ്രബലമായ നിയമം അതുകൂടെ മറച്ചു വേണം അന്യരുടെ അടുത്തേക്ക് പെണ്ണ് പുറത്തിറങ്ങാൻ എന്നാണ്. ഒരഭിപ്രായം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഹനഫി മദ്ഹബിലൊക്കെ അതിന് കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട്. ഈ സൂക്തം തന്നെയാണ് അവർ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അന്ധനാകുന്ന സഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന ഒരു രംഗം ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് രണ്ട് അവിടുത്തെ ഭാര്യമാരാകുന്ന അസ്മാബിയും അഫ്സാ റളിയല്ലാഹു അൻഹയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ആണെന്നാണ് എൻ്റെ ഓർമ്മ. അസ്മാബി റളിയല്ലാഹു അൻഹു ഉണ്ട്, അതോടൊപ്പം മറ്റൊരു ഭാര്യയുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് രണ്ടുപേരോടും അകത്തേക്ക് പോകാൻ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയും അസ്മാബി റളിയല്ലാഹു അൻഹയും അവരുള്ളപ്പോൾ ദഖലത്ത് അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹാ സിയാബുൻ റിഖാഖ്, അവര് വീട്ടിൽ ധരിക്കുന്ന വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ആ സമയത്താണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം തങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. ആ സമയത്ത് അവർ അദ്ദേഹം ഒരു അന്ധനല്ലേ, ഞങ്ങളെ കാണൂലല്ലോ എന്ന് ഈ റസൂൽ തങ്ങളുടെ ഭാര്യമാർ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നത് അഫ അമ്യാവാനി അൻതുമ എന്നാണ്, നിങ്ങൾ അന്ധരല്ലല്ലോ. അതുകൊണ്ട്
സ്ത്രീക്ക് പുരുഷനെ കാണാൻ പാടില്ലെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ശീനിയയിൽ നിന്ന് വന്ന ചില ആളുകളുടെ ഈ ഫിസിക്കൽ ട്രെയിനിങ്, അവരുടെ കരാട്ട രംഗങ്ങൾ ഭാര്യമാർക്ക് കാണിച്ചു കൊടുത്തു എന്ന ഹദീസ് സഹീഹായി വന്നിട്ടുണ്ട്. അത് വെച്ച് വൈകാരികമായ തലത്തിലല്ലാതെ, അതുകൊണ്ട് പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഘട്ടത്തിൽ പെണ്ണിന് ഒരു പുരുഷനെ കണ്ടുപോകുന്നതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ മതത്തിൽ ഖിലാഫുള്ള ചില മസാലകളുണ്ട്, ഈ മുഖത്തിൻ്റെയും കൈയിൻ്റെയൊക്കെ വിഷയം പോലെ. എന്നാലും മതത്തിൻ്റെ പൊതു തീരുമാനം അതൊക്കെ മൂടിയിരിക്കണമെന്നാണ്. ഇങ്ങനെ വരുമ്പോൾ സ്ത്രീ വിശുദ്ധയാകുമെന്നും അതാണ് സ്ത്രീയുടെ വിശുദ്ധിക്കും അവരുടെ പരിശുദ്ധിക്കും ഗുണപ്രദമെന്നും പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നു. ഇത് മതത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഒരു യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു പ്രശ്നമാവില്ലെന്ന് ചോദിച്ചാൽ, യൂണിഫോം എന്താണോ അത് ധരിച്ചിരിക്കണം കുട്ടികൾ. അതോടൊപ്പം അവരുടെ മതത്തിൻ്റെ ഭാഗമായ ചില ചിഹ്നങ്ങൾ, കുരിശുമാല ധരിക്കുക, പൊട്ട് ധരിക്കുക, ഇതൊന്നും യൂണിഫോമിന് വിരുദ്ധമല്ല. അപ്രകാരം തന്നെയാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലമറക്കുക എന്നതും, മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തലമറക്കുക എന്നതും അത് യൂണിഫോമിന് വിരുദ്ധമല്ല. യൂണിഫോം ധരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിഫോം കോഡ് ഒരു സ്കൂളിൽ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ പച്ച കളറുള്ളൊരു പാവാടയും ചുവപ്പ് കളറുള്ള ഒരു കുപ്പായവും അവർ യൂണിഫോമായി കൊണ്ടുവരുന്നു. ആ കുപ്പായത്തിന് ഇത്രക്കാണ് കൈ എന്നത് സങ്കല്പിക്കുക. ആ യൂണിഫോം ധരിച്ചിരിക്കണം. അതിൻ്റെ ഉള്ളിൽ ഈ കൈ കാണാത്ത വിധമുള്ള ശരീരത്തോട് ഏകദേശമൊക്കെ ചേർന്ന് നിൽക്കുന്ന മറ്റു ചില ഡ്രസ്സുകൾ ധരിക്കുന്നത് യൂണിഫോമിന് വിരുദ്ധമല്ല. അരക്ക് വരെയാണ് യൂണിഫോമിൻ്റെ, അല്ലെങ്കിൽ മുട്ട് വരെയാണ് യൂണിഫോമിൻ്റെ സ്കേർട്ട് പാവാടയെങ്കിൽ അത് ധരിക്കുന്നതോടുകൂടെ ശരീരത്തിൻ്റെ കാൽഭാഗം മുഴുവൻ മറക്കും വിധത്തിലുള്ള മറ്റൊരു ഡ്രസ്സ് ധരിക്കുക എന്നത് യൂണിഫോമിന് വിരുദ്ധമല്ല. യൂണിഫോം ധരിച്ചിരിക്കണം എന്നത് പൊതുവെ കുട്ടികൾ ഒന്നിച്ച് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ആ ക്ലാസ്സിലെ കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ആ സ്കൂളിലെ കുട്ടിയാണെന്ന് മനസ്സിലാക്കാനാണ്. പിന്നെ കുട്ടികൾ വ്യത്യസ്തങ്ങളായ ഡ്രസ്സുകൾ കൊണ്ടിടുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗന്ദര്യം നോക്കിയിട്ടും അതിൻ്റെ പൂവിനെ പറ്റി വിലയിരുത്തിയിട്ടും ടൈമും ശ്രദ്ധയും കളയും നിർത്തിയിട്ടാണ്. എല്ലാവരും ഒരേ ഡ്രസ്സാണെങ്കിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. ഇങ്ങനെ കുറേ ലക്ഷ്യം വെച്ചിട്ടാണ് യൂണിഫോം എന്ന് പറയുന്ന സിസ്റ്റം നടപ്പിലാക്കുന്നത്. അതോടൊപ്പം അവരുടെ മതത്തിന് ഒതുങ്ങാത്ത വിധം അല്ലെങ്കിൽ മതനിയമങ്ങൾക്ക് യോജിക്കാത്ത വിധമാണ് ആ ഡ്രസ്സെങ്കിൽ അത് ധരിച്ചുകൊണ്ട് തന്നെ മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് ചില ക്രൈസ്തവ ഫാദർമാർ തന്നെയും, ഫാദർമാരെന്ന് പറഞ്ഞാൽ ചെറിയ ഫാദർമാരൊന്നുമല്ല, മറിച്ച് വലിയ ഉന്നതിയിലുള്ള വലിയ അച്ഛന്മാർ തന്നെയും എന്തുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം പാടില്ലെന്ന് പറയുന്നവർ ഹൈന്ദവ പെൺകുട്ടികളുടെ പൊട്ട് പാടില്ലെന്ന് പറയാതിരിക്കുന്നു എന്ന് ചോദിക്കുന്നത് നമ്മളതും കാണുന്നുണ്ട് ഇന്നലത്തെ ചർച്ചയിൽ. അതാണ് ചില പ്രതീക്ഷകൾ. മതേതരത്വം ഇവിടെ നിലനിൽക്കുമെന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചില കിരണങ്ങൾ നമ്മൾ കാണുന്നു. ഈ യോഹന്നാൻ മാർ മിലിത്തിയോസ് എന്ന് പറയുന്ന വലിയ അച്ഛൻ, അധ്യാപകർക്കില്ലാത്ത നിബന്ധന കുട്ടികൾക്ക് എന്തിനാണ്, കഴുത്തിൽ കുരിശുമാല, നെറ്റിയിൽ കുങ്കുമം, കയ്യിൽ ലേലസം ഒക്കെ നിരോധിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ പള്ളുരുന്തി സെന്റ് റീദാസ് സ്കൂളിലെ തട്ടം വിരോധനത്തിൻ്റെ ചർച്ചയുടെ ഭാഗമായിട്ട്. അദ്ദേഹം ഒരു വലിയ പണ്ഡിതനുമാണ്, വലിയൊരു സഭയുടെ ഏറ്റവും മേലധികാരിയുമാണ്. യൂണിഫോമിന് വിരുദ്ധമാണെങ്കിൽ പൊട്ട് പാടില്ല എന്ന് വരണ്ടേ, കുരിശുമാല പാടില്ലെന്ന് വരണ്ടേ, കൊന്ത പാടില്ലെന്ന് വരണ്ടേ, കയ്യിൽ കെട്ടുന്ന രാഖി പാടില്ലെന്ന് വരണ്ടേ? അതൊന്നും യൂണിഫോമിന് വിരുദ്ധമല്ല. എന്തുകൊണ്ട്? അത് മുസ്ലിങ്ങൾ ധരിക്കുന്നതല്ല എന്നതാവരുത് അതിൻ്റെ ഉത്തരം. അതുകൊണ്ടാണ് തലമറക്കുന്നത് യൂണിഫോമിന് വിരുദ്ധമാകാത്തത്, വിരുദ്ധമാകില്ലെന്നും ആ തലമറക്കുന്ന കാരണത്താൽ കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് കുട്ടിക്കുള്ള മൗലികമായ അവകാശങ്ങളെ ലംഘിക്കലാണെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെ പറയണത്. അവധാനതയോടുകൂടെയാണ് നമ്മുടെ ജീവിതം. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിവിധ മതങ്ങളുടെയും ആദർശങ്ങളുടെയും ലോകത്തിൻ്റെ മാതൃകാ കേന്ദ്രമാണ്. ഇവിടെ വർഗീയതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന കാസക്കാരെ പോലെയുള്ളവർ എന്തെങ്കിലും പറഞ്ഞിട്ട് തീവ്രമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, മുസ്ലിം സൊസൈറ്റിയെ വളരെ വളരെ മോശക്കാരായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക.
ഈ ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ, 10,000-കണക്കിന് കുഞ്ഞുമക്കളെ കൊല്ലുന്നത് പോലും ആഘോഷിക്കുക. മനുഷ്യത്വം ഉള്ളിലില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇനി വരാൻ പോകുന്ന യുക്തിവാദികളുടെ ലിറ്റ്മിസിലെ പ്രധാനപ്പെട്ട ചർച്ച ഫലസ്തീനിൽ മരണപ്പെട്ട കുഞ്ഞുമക്കൾ അത് അർഹിക്കുന്നു എന്നതാണെന്ന് വരുമ്പോൾ ഇവരുടെയൊക്കെ ഹൃദയം എത്രമേൽ ശിലയായി മാറിയിട്ടുണ്ടെന്ന് നമ്മൾ ആലോചിക്കുക. അത് വേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? ഈ ഹമാസ് എന്ന് പറയുന്ന കൂട്ടർ അങ്ങോട്ട് റോക്കറ്റ് വിട്ടുമല്ലോ. എന്തിനായിരുന്നു അവർ റോക്കറ്റ് വിറ്റു? അതിൻ്റെ അപ്പുറത്തേക്ക് എന്തുകൊണ്ട് ചർച്ച പോകുന്നില്ല? ബൈത്തുൽ മുഖദ്ദിസിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ മൊത്തം ജൂത പട്ടാളക്കാർ കയറി കഠിനമായി ആക്രമിക്കുകയും കുറേ ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്തു. റബ്ബർ ബുള്ളറ്റുകൾ തുരുതുരാ വിട്ടിട്ട് മാരകമായ പരിക്കേറ്റവർ 100-കണക്കിന് ആളുകളാണ്. ഇതുകൊണ്ടാണ് അവർക്ക് ചെയ്യും പറ്റും വിധം അവർ ചില റോക്കറ്റൊക്കെ അങ്ങോട്ട് അയച്ചത്. ആ റോക്കറ്റ് അയച്ചെടുത്ത് ചരിത്രവും ചർച്ചയും സ്റ്റോപ്പ് ചെയ്യുന്നിടത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവർ ചെയ്തത് ശരിയാണെന്നൊന്നുമല്ല എൻ്റെ അഭിപ്രായം. ഹമാസ് അങ്ങനെ ചെയ്യണോ വേണ്ടേ, അതൊക്കെ മറ്റൊരു ചർച്ചയാണ്. പക്ഷേ ഏറ്റവും വിശുദ്ധമെന്ന് അവർ കരുതുന്ന ഇടങ്ങളിൽപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിൽ കയറി ഒരു പ്രകോപനവുമില്ലാതെ വിശ്വാസികൾ ജുമാ നിസ്കരിക്കുമ്പോൾ കഠിനമായി അക്രമം നായാട്ടഴിച്ചു വിട്ടതിനെതിരെ ശബ്ദങ്ങളില്ല. എന്നിട്ട് പാവപ്പെട്ട ഈ ഫലസ്തീൻ മക്കളെ കൊന്ന് അവരിങ്ങനെ തലപൊളിഞ്ഞ് കിടക്കുന്ന ചിത്രം ആഘോഷിച്ച് ഒരു ഭീകരൻ കൂടി നശിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തിൽ. ഇതാരാണ്? ക്രൈസ്തവരുടെ തീവ്ര വിഭാഗം ആളുകൾ. അവരിൽ മഹാഭൂരിപക്ഷം അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. കാസക്കാർ വീട്ടിലേക്ക് വരരുത് എന്ന് നിയമം വെച്ച കുറേയേറെ ക്രൈസ്തവ വീടുകളുണ്ട്. ഇത് ആർക്കാണ് ഈ സപ്പോർട്ടെന്ന് കൂടെ ആലോചിക്കണം. ഇസ്രായേൽ ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എന്താ? ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ അവരൊന്നും നമ്മുടെ വേദപ്രകാരം ജീവിക്കാൻ അർഹത ഉള്ളതല്ല, അവരെ കൊല്ലണം എന്നാണ് ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു ക്രൈസ്തവരെയും ഹൈന്ദവരെയും ഇസ്രായേലിൽ നിന്ന്. പലസ്തീൻ പ്രശ്നം ഈ ഒരു 2 വർഷത്തിനിടക്ക് ഏകദേശം 5000-ഓളം ക്രൈസ്തവരെ കൊന്നിട്ടുണ്ട്. അവരുടെ ആയിരക്കണക്കിന് ദേവാലയങ്ങൾ തകർത്തിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നടക്കുമ്പോഴും കൂടുതൽ മരിക്കണ മുസ്ലിങ്ങളാണെങ്കിൽ ഈ ഇസ്രായേലിന്റെ വിജയം എന്നും പറഞ്ഞിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഈ സമൂഹത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണ്? മുസ്ലിങ്ങളോട് കൂടുതൽ ബന്ധമുള്ളവർ ക്രൈസ്തവരാണ് എന്നാണ്, ജൂതരല്ല എന്നാണ്. ആരാധനാപരമായ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. സാഷ്ടാംഗം നമിച്ചു എന്നാണ് ബൈബിളിലുള്ളത്, അതാണ് സുജൂദ്. പന്നിമാംസത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ, തൊടാൻ പാടില്ലെന്നാണ് ബൈബിളിലുള്ളത്, അതാണ് ഇസ്ലാം. അഭിവാദനത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ, അസ്സലാമു അലൈക്കും എന്നാണ് ഇസ്ലാമിന്റെ രീതി, അതാണ് യേശുക്രിസ്തു നടത്തിയത്. പിന്നെയും കുറെ തൻ്റെ ജന്മത്തിൻ്റെ 7-ാം ദിവസത്തിൽ യേശു പരിച്ഛേദനയേറ്റു എന്ന് ബൈബിളിൻ്റെ ലുക്കോസിന്റെ 2-ാം അധ്യായത്തിൽ കാണാം. ഖിത്താൻ കഴിച്ചു, അതാണ് മതം, അത് പാലിക്കുന്നവർ മുസ്ലിങ്ങളാണ്. ഖിത്താൻ കഴിച്ചു എന്നാണ്. അങ്ങനെ ഓരോന്നും പരിശോധിക്കുമ്പോൾ ആരാധനകളിൽ പോലും നമ്മളോട് സാമ്യത പുലർത്തുന്ന അവർ ചില ഭീകരവർഗീയ നേതാക്കളുടെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിയിട്ട് വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് വേഷത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പൊക്കി പറഞ്ഞ് അത് വിവാദമായി കത്തിച്ചു നിർത്തിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് മതേതരത്തിൻ്റെ നാടിന് ഭൂഷണമല്ലെന്ന് ലോകത്തിൻ്റെ മാതൃകയാകുന്ന പരിശുദ്ധമായ ഈ ഭൂപ്രകൃതിയുടെ ഈ ഭൂപ്രദേശത്തിൻ്റെ ഭാവിക്ക് അത്രമേൽ സംഗതമല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നിടത്ത് ഇന്ത്യ ഇനിയും നിലനിൽക്കുമെന്ന് നമ്മൾ ഓർക്കുക. ഏറ്റവും സമാധാനപൂർണമായി ഏറ്റവും സന്തോഷത്തോടുകൂടെ എല്ലാവരെയും മാനിച്ച് എല്ലാവരുടെയും ആരാധനകളെയും ആരാധനാലയങ്ങളെയും മാനിച്ച് ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് എല്ലാവരും മാറാനുള്ള ആ ഒരു സുന്ദരമായ ദിവസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വേഷത്തിൻ്റെ വിഷയത്തിൽ വലിയ അപരാധം നടത്തുന്ന കുറേ മുസ്ലിം കുട്ടികളുണ്ട്. അവരൊക്കെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വേഷം തിരിച്ചറിയണമെന്നും ഇസ്ലാമിൻ്റെ യഥാർത്ഥ ജീവിത രീതിയിലേക്ക് പൂർണ്ണമായും കടന്നു വരണമെന്നും പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം.